ഫൈനലിന് മുമ്പ് മറ്റൊരു ഫൈനൽ കിങ്സ് പറവൂർ കളർ ടച്ച് കാരത്തൂർ 18 കൈയടിച്ച് മാത്രം സ്വീകരിക്കും. അഖില കേരള വടംവലി മത്സര രംഗത്ത് വടംവലി എന്ന കായിക മാമാങ്കത്തെ കേരളക്കരയിൽ ജനകീയമാക്കിയ രണ്ട് ടീമുകൾ. ഒരു കാലത്ത് കോട്ടയം ജില്ലയിൽ നിന്ന് ആരംഭിച്ച സന്ധ്യാകാവ് കണ്ട മഹാ നീലൂർ നെഹ്റുജി ഉളനാടിലൂടെ തുടങ്ങി ഇന്ന് മലപ്പുറം ജില്ലയിലെ രാഹ ഫ്രണ്ട്സ് എടപ്പാളിൽ എത്തി നിൽക്കുന്ന ഇന്നത്തെ അഖില കേരള വടംവലി മത്സര രംഗം. ഇതിനു മുൻപ് നിരവധി വേദികളിൽ ഫൈനലിൽ സെമി ഫൈനൽ മത്സരങ്ങളിൽ മുഖാമുഖം ഏറ്റുമുട്ടിയ രണ്ട് ടീമുകൾ. രണ്ട് ടീമും കരസ്ഥമാക്കിയ സമ്മാന തുക എടുത്താൽ തന്നെ ഏതാണ്ട് 40 ലക്ഷത്തിന് മുകളിലേക്ക് കടന്നുപോകും. ഇരു ടീമുകളും കൂടി പങ്കിട്ടത് ഈ മത്സരവേദിയിൽ നിന്ന്. കഴിഞ്ഞ വടംവലി സീസണിൽ 14 ജില്ലകളിൽ വടംവലിക്ക് സജീവ സാന്നിധ്യമുള്ള 10 ജില്ലകൾക്കുള്ളിൽ നിന്ന് ഏതാണ്ട് 2.5 കോടിയുടെ സമ്മാന തുകകൾ വിവിധ ടീമുകൾ കരസ്ഥമാക്കി മടങ്ങിയപ്പോൾ ഏറ്റവും അധികം സമ്മാന തുക കരസ്ഥമാക്കിയ രണ്ട് ടീമുകൾ ഈ കഴിഞ്ഞ ഒക്ടോബറിൽ എറണാകുളം ജില്ലയിൽ കൊച്ചിയിൽ മലയാള മനോരമ സംഘടിപ്പിച്ച വടംവലി മത്സരത്തിന് മുന്നോടിയായി മലയാള മനോരമയും കേരളത്തിലെ തന്നെ ലീഡിംഗ് പത്രങ്ങളിലൊന്നായ ദേശാഭിമാനി ഒന്ന് കോറിയിട്ട് മടങ്ങിയതാണ്. രണ്ട് ടീമുകളെയും കുറിച്ച് അന്ന് കേരളക്കരയാകെ വായിച്ചു മറന്നതാണ്. ഏതാണ്ട് 15 ലക്ഷത്തോളം കരസ്ഥമാക്കി ആധികാരിക രേഖകളുമായി മലയാള മനോരമ കിങ്സിനൊപ്പം നിന്നപ്പോൾ മറുവശത്ത് അത്രയും ആധികാരികത ഇല്ലെങ്കിലും ഏറ്റവും അധികം സമ്മാന തുക ഏതാണ്ട് 17 ലക്ഷത്തിലധികം ദേശമാണ് കരസ്ഥമാക്കി ആഹാ ഫ്രണ്ട്സ് എടപ്പാളിന്റെ തരങ്ങൾ പപ്പനും മനോജും പ്രമോദും മുഹമ്മദും അടങ്ങുന്ന ചുവപ്പും കറുപ്പും കലർന്ന ജേഴ്സിക്കാര് ഒന്നാം നമ്പറിൽ തന്നെ ഇപ്പോഴും നിൽക്കുന്നു. കഴിഞ്ഞ ദിവസം കോട്ടയം ജില്ലയിൽ നിന്ന് അനീഷ് പോസ്റ്റ് ചെയ്തത് സത്യമെങ്കിൽ ഇന്ന് കേരളക്കരയിലെ ഒന്നാം സീഡ് ടീം ആഹാ ഫ്രണ്ട്സ് എടപ്പാൾ മലപ്പുറം എന്നാൽ സ്വന്തം ഘട്ടത്തിൽ ആരെയും പരാജയപ്പെടുത്തുവാൻ വെച്ച് എറണാകുളത്തിന്റെ ജില്ലാ ചാമ്പ്യന്മാര് രജനും റനീഷും വിനോദം സംഘവും മത്സരത്തിൽ സജീവമാകുന്നു. കൈയടിച്ച് മാത്രം സ്വീകരിക്കുക. മറ്റൊരു ചരിത്രം വിരുദ്ധപ്പെടുന്ന മത്സരത്തിലേക്ക് സ്പോൺസർ ചെയ്ത കിങ്സ് പറവൂർ സെക്കൻഡിലേക്ക് എത്തിച്ചേരും.